സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു അനുകമ്പയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തൻ്റെ കൂടെ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് ഈശോ. അതിന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം ആകെ 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. ഇത്രയും പേർക്ക് കൊടുക്കുവാൻ അത് പോരാ. നമ്മളും ഇത് തന്നെയല്ലേ പറയുന്നത്? എന്നാൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈവശമുള്ളത് കൊണ്ടുവരിക, നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് നീ കൊടുക്കുക. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുമ്പോൾ, അത് ദൈവകരങ്ങളിൽ സ്വീകരിക്കപ്പെടുമ്പോൾ, അത് അനേകർക്ക് ഭക്ഷണമായി, അനേകർക്ക് ആശ്വാസമായി മാറും. ഇത് നിന്റെ ചിന്തകളും നീ നടത്തി വന്ന എല്ലാ ജീവിത രീതികളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ അത് അനേകർക്ക് സൗഖ്യം നൽകുന്ന ഒന്നാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയതാണ് എല്ലാം. അത് വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അനേകരെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന ആ മനോഹര മിനിസ്ട്രിയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കാം. അതിനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.